കഴിഞ്ഞ മാസം ഇന്ത്യൻ മാർക്കറ്റ് 6% ഇടിഞ്ഞേക്കുന്നത്. സ്റ്റോക്സിൽ ഇത്രയും വലിയൊരു ഇടിവിന് കാരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ വലിയൊരു കാര്യം US ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ US എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചിലും കൂടുതലായത് ജോബ് ഗ്രോത്ത്. അതുപോലെ അവർ GDP നല്ലതായിട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പം എല്ലാം നല്ലതായിട്ടാണ് ഇപ്പോൾ പോകുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇടിയുന്നത്? അപ്പോൾ ശരിക്കും USലെ ആളുകളെല്ലാം അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതിനായിട്ട് കാത്തിരിക്കുമായിരുന്നു. നോർമലി റേറ്റ് കട്ട് മാർക്കറ്റിൽ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഭാവിയിൽ ഒരു ഹയർ GDP ഗ്രോത്തിനുള്ള ചാൻസ് ആണ് അത് കാണിക്കുന്നത്. 2025 US മുമ്പ് 4 റേറ്റ് കട്ട്സ് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ പിന്നീട് US ഫെഡ് പറഞ്ഞു അവർ 2 റേറ്റ് കട്ട്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പം എക്കോണമി നല്ല രീതിയിലാണ് പോകുന്നെങ്കിൽ അവർ ഒരു റേറ്റ് കട്ടേ ചെയ്യുള്ളൂ. സോ ഇങ്ങനെ വന്നപ്പോൾ മാർക്കറ്റിന് ടെൻഷനായി. അതായത് കുറച്ച് റേറ്റ് കട്ട്സ് മാത്രമാണെങ്കിൽ അത് GDP ഗ്രോത്ത് കുറയ്ക്കുമെന്നത്. USന്റെ വളർച്ച എന്ന് പറയുന്നത് മൊത്തം ലോകത്തെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു അൺസർട്ടനിറ്റിക്ക് കാരണമാകുവാണ്. അപ്പം അതേസമയത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് FIs സെല്ല് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞപ്പോൾ GDP ഗ്രോത്ത് സ്ലോ ആയി. കൂടാതെ ഡോളറിന് എഗ്നസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പി ഇടിഞ്ഞു. അപ്പോൾ ഇതുവരെ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടില്ല. US ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൺസേണിന് ശേഷം ഫെബ്രുവരിയിൽ RBI റേറ്റ് കട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ കമന്റ്സിൽ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക.